മാളവിക, ചേട്ടാ, കൃഷ്ണ പറഞ്ഞു കൃഷ്ണ ഒരുപാട് സ്ഥലത്തൊക്കെ ടൂർ പോയിട്ടുണ്ട്, കേരളത്തിലും ഒക്കെ ആയിട്ട്. മാളവിക എവിടെയൊക്കെ പോയിട്ടുണ്ട്? വിദേശ രാജ്യങ്ങൾ? ഞാൻ വിദേശ രാജ്യം എന്ന് പറയുമ്പോ ഞാനിപ്പോ ദുബായ് പോയിട്ടുണ്ട്. കൂടുതലും ഈ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത്. പക്ഷെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ ഇങ്ങനെ ഷൂട്ടിംഗ് പർപ്പസ് ഒക്കെ നടക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് ദൂരെ യാത്രകൾ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാടൊന്നും പോയിട്ടില്ല. കേരളത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. തമിഴ്നാട്, ആന്ധ്ര, ബാംഗ്ലൂർ ആയാലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി. ഔട്ട്സൈഡ് ഫോറിൻ കൺട്രീസ് ഒരുപാട് കാണാൻ പറ്റിയിട്ടില്ല. പോണം കേട്ടോ. ദുബായാണ് 2-3 തവണ പോയിക്കുന്നത്. അതെ, എന്തായാലും പോണം. കാരണം നമുക്ക് നന്നായിട്ട് നടക്കാനും ഓടാനും ഒക്കെ പറ്റുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഇത്രയും രാജ്യങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ വെറുതെ എനിക്ക് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പോവുമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്യുന്ന ഒരു വർഷത്തിലൊരിക്കൽ അമേരിക്കയിൽ ഞാൻ പോയിരിക്കും. കാരണം എൻ്റെ ന്യൂജേഴ്സിയിൽ ഒത്തിരി കൂട്ടുകാരുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലത്ത് ന്യൂയോർക്കിലും ഷിക്കാഗോയിലും ഒരുപാട് ഹ്യൂസ്റ്റണിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ലണ്ടനിലുണ്ട് സുദേവ് നോർദി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ എല്ലായിടത്തും പോകും. കാരണം യാത്ര എൻ്റെ ഒരു പാഷനാണ്. കാരണം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു സ്ഥലത്ത് പോയിട്ടൊരു പ്രശ്നമുണ്ട്. അതായത് ഗ്രീസിൽ പോയപ്പം ഈ ടൂർ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ ഇത് പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ് അവരുടെ വലിയ കൊട്ടാരങ്ങളുടെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ബസ് കൊണ്ടിറക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ കറങ്ങി അപ്പുറത്ത് വരാം, നിങ്ങൾ കയറിയിട്ട് അപ്പുറത്ത് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു കുറച്ച് കയറി അങ്ങ് പോയാൽ മതി എന്ന്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കയറി ഒരു 10 മിനിറ്റ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും എൻ്റെ മുട്ട് രണ്ടും കൂടെ റെഡിയായി കിട്ടുന്നു. കാരണം ഭയങ്കര കയറ്റം. അപ്പോൾ ഈ കയറ്റം 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും 15-20 മിനിറ്റ് കൂടെ കയറിയാലേ മണ്ടേ ചെല്ലത്ത്. പിന്നെ ഇറങ്ങാൻ നേരത്ത് നമുക്ക് വീണ്ടും ഗ്രിപ്പില്ലാതാവും. ഞാൻ പതുക്കെ ഇറങ്ങി താഴെ വന്ന് ഇവിടെ നിന്നിട്ട് അവിടെ ഒരു കോൾ ടാക്സി എടുത്തിട്ട് അപ്പുറത്ത് ആ ബസ്സിൽ പോയി നേരെ കയറി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എന്തായാലും മാളവികയുടെ യാത്രയുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടൊരു ചോദ്യം. അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ ചെലവാകും പറയും? അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ ചെലവാകും? കൃഷ്ണയ്ക്കും പറയാം. 2 lakhs ഒക്കെ. 2 lakhs അല്ലേ? അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്ര രൂപ ചെലവാകും? ഇത് സീരിയസ് ക്വസ്റ്റ്യൻ ആണോ ചേട്ടാ? അല്ലല്ല, ഇത് മാളവികയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ. അയ്യോ, അമേരിക്കയിൽ പോവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ ചെലവ് വരും? ഇവിടെ പറഞ്ഞ് 2 ലക്ഷം. എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കിട്ടുന്നില്ല. ആഗ്രഹിക്കുന്നതിന് എന്തിനാ ചെലവ് വരുന്നത്? ഇതിപ്പോ എനിക്ക് പറ്റിയ ഒരു ചോദ്യം പോയി. ആഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് വേണേ ആഗ്രഹിച്ചൂടെ അല്ലേ? മാളവികയ്ക്ക് വേണേ ആഗ്രഹിക്കാൻ. എനിക്ക് ഷാരൂഖ് ഖാനെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് എന്ത് ചെലവ് വരും? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിന് ഒരു ചെലവും വരത്തില്ല. ആഗ്രഹിക്കാമല്ലോ, ശരിയാ. നമുക്ക് എന്ത് വേണേ ആഗ്രഹിക്കാമല്ലോ, അതിന് ഒരു ചെലവില്ല. ഓക്കെ, അടുത്ത സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം ഇതാ. മോഹൻലാലും നായികയും ഒളിച്ചു താമസിക്കുന്ന സ്ഥലമായി സിനിമയിൽ പറയുന്നത് എവിടാണ്? എ ഊട്ടി, ബി കൊടൈക്കനാൽ, സി പളനി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹെൽപ്പ് വേണം. ചോദിച്ചു ഇരിക്കല്ലേ മാളവിക. ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെങ്കിലും പോയിട്ടുണ്ടോ? പളനി പോയിട്ടുണ്ട്. പളനി പോയിട്ടുണ്ട്. മുട്ടയടിച്ചോ? ബേബിക്ക് മുട്ടയടിക്കാൻ വേണ്ടി പോയി. ഏതാ കൃഷ്ണയ്ക്ക് ഏതാ കൂടുതൽ തോന്നുന്നത് ഈ 3 ബി ആണെന്ന് തോന്നുന്നു. ബി ആണെന്ന് തോന്നുന്നു. ഉറപ്പില്ല. ഉറപ്പിന്റെ ഉറപ്പ് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു കേട്ടോർമ്മ വെച്ച് ബി തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പോ യു ഗോ വിത്ത് മാളവിക ആൻഡ് ഞാൻ ബി കൊടൈക്കനാലിനെ കൂട്ടി. നിങ്ങൾ രണ്ടുപേരും കൊടൈക്കനാൽ എന്നാണ് പറഞ്ഞത്. ഊട്ടിയല്ല, പളനിയല്ല. പളനി എന്തായാലും അല്ല അല്ലേ? അപ്പം സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം ബി കൊടൈക്കനാൽ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കൺഗ്രാറ്റുലേഷൻസ് കൃഷ്ണ. താങ്ക് യു. അപ്പോ
താങ്ക് യു മാളവിക. കാരണം നമുക്ക് എറണാകുളത്ത് വരുമ്പോൾ എവിടെങ്കിലും വെച്ച് കാണാം. എന്താണ് Definitely. എല്ലാ സിനിമയൊക്കെ സജീവമായിട്ട് തുടങ്ങട്ടെ. തുടങ്ങുമ്പോൾ അതെ നമുക്ക് അത് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ഈ ഒരു എപ്പിസോഡ് ഇത്രയും നല്ല ഭംഗിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ എനിക്ക് നേരിട്ട് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഐ ലവ് ടു. കാരണം ഐ ലവ് ടു കോൾ യു. ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് ചേട്ടാ. ഡെഫിനറ്റ്ലി യു ഹാവ് ടു കം. യെസ് ഐ വിൽ. അപ്പൊ എന്തായാലും ഇനിയുള്ള എപ്പിസോഡ്സിനും കൃഷ്ണ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ശ്രീ ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ ബി ദർ ഈ ഒരു ഷോയില്. ഐ എം റിയലി ഹാപ്പി. ഇങ്ങനെയെങ്കിലും ഒരു ഇന്ററാക്ഷൻ നടത്താൻ പറ്റിയില്ല. ഒപ്പം ഒരു ബ്ലെസ്ഡ് മൂവ്മെന്റ് എനിക്ക് ഉണ്ടായി. ശ്രീകുട്ടൻ ചേട്ടൻ പാടി എനിക്കൊപ്പം പാടാൻ പറ്റി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. അമൃത ചാനലിനും ഒരുപാട് നന്ദി. അപ്പോ സവാരി ഗിരിഗിരി ഇവിടെ തീർന്നിരിക്കുകയാണ്. 9 ചോദ്യത്തിന് ഉത്തരം നൽകി. ഇനി അടുത്ത സെക്ടർ രാജമാണിക്യം. കിടക്കാം. ഒരു ചോദ്യം, ആരും സഹായിക്കാനില്ല, നോ ഓപ്ഷൻസ്. രാജമാണിക്യം. ശ്രദ്ധിച്ചു കേട്ടുള്ളൂ, 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഗാന്ധർവം എന്ന സിനിമയിൽ ഗ്രേസിക്കുട്ടി എന്ന കഥാപാത്രം ചെയ്തതാരാണ്? ടൈം സ്റ്റാർട്ട്സ് നൗ. ഗ്രേസിക്കുട്ടി എന്ന കഥാപാത്രം ചെയ്തതാരാണ്? 5 4 അമ്മയുടെ റോളല്ലേ? 2 കവിയൂർ പൊന്നമ്മ. പൊന്നമ്മ അമ്മയുടെ റോളല്ലേ എന്നൊക്കെ ഒരു സംശയം പറഞ്ഞെങ്കിലും 1 സെക്കൻഡിന് മുമ്പാണ് പറഞ്ഞത്. അതായത് 10 സെക്കൻഡിൽ 1 0 എന്ന് പറയുന്നതിന് മുമ്പേ കവിയൂർ പൊന്നമ്മ എന്നൊരു ചെറിയൊരു ഹിന്റ് കിട്ടി. അത് അമ്മയുടെ പേര് ഗ്രീസിക്കുട്ടിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് വന്നിട്ടാണ് അതിൽ കവിയൂർ പൊന്നമ്മ എന്ന ഉത്തരം ദൈവാധീനം കൊണ്ട് ആ 1 സെക്കൻഡിൽ വന്ന് വീണു. സോ കൺഗ്രാറ്റുലേഷൻസ്, കവിയൂർ പൊന്നമ്മ ഈസ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ അങ്ങനെ കൃഷ്ണ 10 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി 10,000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ 10,000 രൂപ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? അതെ. ഓക്കെ, സോ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാം.